തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ കയ്യടി നേടിയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും പിന്നിടുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെത്തിയ രാഹുൽ ഗാന്ധി സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒന്നും മിണ്ടാത്തത് എന്താണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണോ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന നിർണായകമായ ചോദ്യം രാഹുൽ ഗാന്ധി കേരളത്തോട് ചോദിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളം വൈകാരികപരമായി ഏറെ അടുപ്പമുള്ള മണ്ണാണ്. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയച്ച വയനാടിന്റെ മണ്ണ്. ആ വയനാടിന്റെ മണ്ണിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേ രാഹുൽ ഗാന്ധി ഇതാ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഇടതുമുന്നണിയെയും അതോടൊപ്പം തന്നെ BJPയെയും ഒരേപോലെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. LDF സർക്കാർ ഇപ്പോൾ BJPയുടെ നിയന്ത്രണത്തിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലെ സ്വർണം കട്ടത് മറന്നുപോയത് കേരളത്തിലെ BJP CPM ഡീലിന്റെ ഭാഗമായെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ഇരു മുന്നണികളെയും, അതായത് ഇടതുമുന്നണിയെയും NDAയെയും ഒരേപോലെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. കേരളത്തിലെ LDF സർക്കാർ BJPയുടെ നിയന്ത്രണത്തിലാണ്. കോൺഗ്രസ് നേരിടുന്നത് BJP നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ BJP പിന്തുണയ്ക്കുന്ന LDFനെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ പറയുന്നു ഇടതുമുന്നണിയും UDFും തമ്മിലാണ് മത്സരമെന്ന്. പക്ഷേ ഈ UDFും കോൺഗ്രസും നേരിടുന്നത് BJP പിന്തുണയ്ക്കുന്ന ഇടതുമുന്നണിയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ UDF വരുന്നത് BJP തടയുന്നത് BJP CPM അന്തർധാരയുടെ ഭാഗമായെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. BJPയെ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ എതിർക്കുന്നത്. രാജ്യത്താകമാനം സംഘപരിവാറിന്റെ വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ സമാനതകളില്ലാത്ത പോരാട്ടം നയിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്നും സംഘപരിവാറിനെ മുഖത്തു നോക്കി വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് കോൺഗ്രസിനെ എതിർക്കുന്നതെന്നും കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ BJPയും CPMും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സ്വർണം കട്ടവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കുമെന്നും LDF ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണം കട്ട ആളുകൾക്ക് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുമെന്നും ഭക്തരുടെ പ്രതീക്ഷയും പ്രത്യാശയും സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കും ഈ സർക്കാരിന്റെ ഐക്യമുന്നണി സർക്കാരിന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ യോഗത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ സമാനതകളില്ലാത്ത രൂപത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളുടെ ആവേശമാണ്, പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ആ പ്രത്യാശയും പ്രതീക്ഷയുമായ രാഹുൽ ഗാന്ധി ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിയത് വലിയ ഒരു ഭാരം ചുമന്നാണ്. ആ ഭാരം എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ആ വലിയ ഭാരമാണ് രാഹുൽ ഗാന്ധി ചുമക്കുന്നത്. എല്ലാ ഇടങ്ങളിലും രാഹുൽ ഗാന്ധിയെ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ആബാലവൃദ്ധം ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണാൻ ഒഴുകിയെത്തുമ്പോൾ അദ്ദേഹത്തെ ശ്രമിക്കുമ്പോൾ ഉറപ്പിച്ചു പറയാം, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിറകിലേറി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അതിന്റെ കാഹളം മുഴങ്ങുന്നത് May 4 നമുക്ക് കാണാൻ കഴിയും.